എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ സ്നേഹപൂർവ്വം എൻ്റെ ക്ലാസ്സിലേക്ക് ഹാജസ് PSCയിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത് എന്നെനിക്കറിയാം. നമ്മൾ കുറേ നാളുകൊണ്ട് LPUPയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ ഹാജസ് PSCയിലെ മുൻപോട്ടുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ LPUP വിളിച്ചേ പറ്റൂ എന്ന് ആദ്യമായി ഒരുപക്ഷെ അത് വ്യക്തമായി പറയുന്നതും നമ്മുടെ ചാനലിലൂടെയാണ്. LPUPയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വന്നിരിക്കും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചാനലിലൂടെയാണ്. അപ്പം അങ്ങനെ LPUP അപേക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ടീച്ചർമാരോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ചാൻസാണിത്, നശിപ്പിച്ച് കളയരുത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ചാൻസാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് ഞാനൊരു സ്ഥലത്തൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയപ്പോഴും അവരോട് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. നമ്മുടെ പഠനം, നമ്മൾ 4-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 3-ാമത്തെ വയസ്സിൽ തുടങ്ങിയ നമ്മുടെ പഠനത്തിൻ്റെ അന്ത്യം അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വെമ്പലിലാണ് നമ്മളെല്ലാവരും. കാരണം പഠനത്തിൻ്റെ ഒരു തരത്തിൽ പഠനം ഒരിക്കലും മരണം വരെ തുടരുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ നമുക്കൊരു ജോലി കിട്ടുന്നതോടുകൂടി താൽക്കാലികമായി ഒരു പഠനത്തിനൊരു വിരാമം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലക്ഷ്യം, ആ ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. LPUP എന്ന് പറയുന്ന ഒരു നല്ല, എന്താ പറയുക, ഒരു നല്ല വിലയുള്ള പൊതുജനം നല്ലൊരു സ്റ്റാറ്റസോടുകൂടിയൊക്കെ നമ്മളെ നമ്മുടെ സ്റ്റാറ്റസൊക്കെ മാറും LPUP എന്ന് പറയുന്നൊരു പരീക്ഷ എഴുതി റാങ്ക് നേടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കുറേ നാൾ കൊണ്ടേ ആഗ്രഹിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളൊക്കെ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ LPUPയുടെ കാലഘട്ടങ്ങളിൽ ഞാൻ മറ്റൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മധുരം ഇപ്പോഴും തീർന്നിട്ടില്ല. പലരും ഇപ്പോഴും വിളിച്ച് പറയുന്നുണ്ട്, സാർ LPUPയുടെ അന്ന് കഴിഞ്ഞ ലിസ്റ്റിലുണ്ടായിരുന്നു, ഇപ്പോൾ ജോലി കിട്ടി, അങ്ങനെയൊക്കെ ഒരുപാട് പേര് സത്യസന്ധമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. അടുത്ത ലിസ്റ്റിൽ വരേണ്ടത് നിങ്ങളാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം LPUP എഴുതി ഒരുപാട് പേര് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട്. കഴിഞ്ഞ LPUPയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു കൊറോണ സമയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സയൻസ് മാത്സ് ക്ലാസ്സുകൾ കണ്ട ഒരു ക്ലാസ് ചിലപ്പോൾ ഹാജസ് PSC ആയിരിക്കണം. സയൻസ് മാത്സും ഒരുമിച്ച് ഒരു കോംബോ പോലെ കണ്ടു തീർത്ത ഒരു ക്ലാസ് ഒരുപക്ഷെ ഹാജസ് PSC ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണ്. ആ പരീക്ഷയ്ക്ക് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ ഭയക്കണ്ട. നമ്മൾ ഭയക്കരുത്. നമുക്ക് ഒരു ഭയം നമ്മൾ പലപ്പോഴും പല പരീക്ഷകളിലും തോൽപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ടീച്ചർമാരാണ്, ഒരു കാരണവശാലും നിങ്ങൾ പിന്തിരിഞ്ഞു പോകേണ്ടവരല്ല. നിങ്ങൾ മനസ്സുകൊണ്ട് തോറ്റു കൊടുക്കേണ്ടവരല്ല. നിങ്ങൾ ഇതുവരെ എത്തിയത് നിങ്ങളുടെ വിൽ പവറും നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് നേടണമെന്നുള്ള നിങ്ങളുടെ പൊട്ടൻഷ്യലും കൊണ്ടാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്. ഇവിടം വരെ എത്താൻ അറിയാമെങ്കിൽ ഇനി മുന്നോട്ട് LPUPയുടെ റാങ്കും വാങ്ങിക്കൊണ്ടേ ഞാൻ പോവുള്ളൂ. ഇത് നമ്മുടെ ശപഥമാണ്. സാർ, ഇതുപോലെ ഒരുപാട് തവണ ഞങ്ങൾ ശപഥം എടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത്തവണ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്, നല്ല ഗംഭീരമായി പഠിക്കാൻ പോവുകയാണ്. ഈ പഠനം എങ്ങനെ പഠനം ക്രമീകരിക്കണം, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾ സ്പീഡിൽ കേൾക്കരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്ന ഒരു പരീക്ഷയായിരിക്കും ഇത്. വെറും പരസ്യത്തിന് വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ ഹാജസാർ വന്ന് സംസാരിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വീഡിയോ വരണമായിരുന്നു. എല്ലാ വീഡിയോയും വന്നിട്ടാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഭയക്കണ്ട. നമുക്ക് ഇപ്രാവശ്യം നമ്മൾ തയ്യാറെടുക്കാൻ പോകുന്നത് പഴുതടച്ച് ഒരു വിധമായ ഒരു പോരായ്മകളുമില്ലാതെ നമ്മൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഒരു ട്രെയിനറിൻ്റെ ഹെൽപ്പോടുകൂടി, ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. പണി അറിയാവുന്നവൻ്റെ കൂടെ പഠിച്ച് അദ്ദേഹം പറയുന്നത് കൃത്യമായി കേട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു പരീക്ഷ എന്നുള്ള പ്രത്യേകത കൂടി ഈ LPUPക്കുണ്ട് എന്ന് കൂട്ടിക്കോ. അതെന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് പിന്നീട് പറയാം. ഇനി
നമ്മൾ LP UP പഠിക്കുന്നവർ പലരും പല സ്കൂളുകളിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് എന്തായാലും ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം പരീക്ഷ നടക്കില്ല. ഏപ്രിൽ ഇലക്ഷൻ ടൈമാണ്, അറിയാം. ഒരു കാരണവശാലും പരീക്ഷ നടക്കില്ല. മെയ്, ജൂണിൽ പരീക്ഷ പ്രതീക്ഷിക്കാം. ജൂണിലാണ് എൻ്റെ ഒരു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5 മാസം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. 6ാമത്തെ മാസം പരീക്ഷ നടക്കും. ചിലപ്പോൾ ജൂലൈ ആവുകയാണെങ്കിൽ 6 മാസം കിട്ടും, 7ാമത്തെ മാസം പരീക്ഷ നടക്കും. എന്തായാലും 2 മാസം, 1 മാസം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത് കേട്ടു. ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു 6 മാസം നമുക്ക് കൂട്ടാം. മിനിമം ഒരു ആവറേജ് 6 മാസം നമുക്ക് കൂട്ടാം. ഈ 6 മാസം കൊണ്ട് നമുക്ക് പരമാവധി സമയം LP UPയുടെ സിലബസ് മാത്രമായിരിക്കണം നമ്മുടെ ചിന്താധാരയിൽ ഉണ്ടാവേണ്ടത്. ഈ ചിന്താധാരയിൽ LP UPയുടെ സിലബസ്, LP UPക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ റിവിഷൻ പരമാവധി നമ്മളൊരു മെൻ്റലി അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പരമാവധി, ഇപ്പോൾ ഒരു 3 മണിക്കൂറേ പഠിക്കാൻ കിട്ടുള്ളൂ 3 മണിക്കൂർ പഠിക്കുക. 15 മണിക്കൂർ പഠിക്കാൻ കിട്ടുമെങ്കിൽ 15 മണിക്കൂറും പഠിക്കണം. അതിനു വേണ്ടി മാറ്റണം. കാരണം നമ്മൾ ഈ PSC പഠിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി വെക്കാൻ പോവുകയാണ്. എപ്പോഴാ? ഈ പരീക്ഷ കഴിയുമ്പോൾ. കാരണം നമുക്ക് റാങ്ക് വാങ്ങിയേ പറ്റുള്ളൂ. ഒറ്റപ്പെടണം. 6 മാസത്തെ ഗംഭീരമായ പഠനം. 6 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രാക്കിലേക്ക് കയറി ആ ട്രാക്കിലൂടെ പോയി നമ്മൾ കൃത്യമായൊരു ജോലിയിലോട്ട് എത്താൻ വേണ്ടി പോവുകയാണ്. ലോക്കൽ പഠനം പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഫയൽ വാങ്ങിച്ച് കാണാതെ പഠിച്ചിട്ട് വന്ന് പ്രസംഗിക്കുന്ന പ്രാസംഗികരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരിക്കലും ഒക്കില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും എനിക്ക് കമൻ്റ് ഇടാറുണ്ട്, ഇയാൾ ഭയങ്കര പൊങ്ങച്ചാണല്ലോ, അല്ലെങ്കിൽ ഇയാൾ ബാക്കിയുള്ളവരെല്ലാം അങ്ങ് താറടിച്ച് കാണിക്കുകയാണല്ലോ. അങ്ങനെയല്ല. LP UP അല്ലേടാ, നിങ്ങൾ ടീച്ചർമാരല്ലേടാ. നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളെക്കാളും ക്വാളിഫിക്കേഷനുള്ള ആളാവണ്ടേ? അല്ലേ? ക്വസ്റ്റ്യൻ അങ്ങനെ അല്ലേ വരണത്? അല്ലേ? +1 +2 അല്ലേ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ച് കാണുന്നത് 10ാം ക്ലാസ്സൊക്കെ. അപ്പം ആ ഒരു മേഖലയിൽ നിൽക്കാത്ത ഒരാളിൻ്റെ ക്ലാസ്സാണ് മിക്കവാറും നിങ്ങൾ കാണുന്നത്. അത് കാണരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആരെയും മോശക്കാരനാക്കണതല്ല. LP UP പഠിപ്പിക്കാൻ നിങ്ങൾ പോയി ക്ലാസ്സിലിരിക്കുന്ന പല ക്ലാസ്സുകളിലും അത്തരത്തിലൊരാളെ അല്ല കിട്ടുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ക്ലാസ് എടുത്താലും ചിലരൊക്കെ നല്ല ക്വാളിഫൈഡ് ആണ്. ഞാൻ പറയുന്നത് LP UPയോ HSAയോ HSSTയോ ഒക്കെ എഴുതിയെടുക്കാൻ പഴയ ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുക. അവർ പഠിപ്പിക്കും. അതാണ് ഇപ്പം വേണ്ടത്. ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് അതാണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അതല്ലേ, ആ ക്ലാസ്സല്ലേ വേണ്ടത്. അത് ഞാൻ പറയുമ്പോഴത്തേക്കും സാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ആരും ഒരു ബുദ്ധിമുട്ടും പറയരുത്. അത് ഒരു LP UPയുടെ കാര്യത്തിൽ ഞാനങ്ങനെ പറയുന്നത്. ഇപ്പോൾ LD ആണെങ്കിലും നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ LP UP ആധികാരികമായി തന്നെ PSC ചോദ്യം ചോദിക്കും. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം ഉയർന്ന നിലവാരമായിരിക്കും, ഉറപ്പാണ്. പക്ഷെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഈ PSC ഉദ്ദേശിക്കുന്നതിൻ്റെ മുകളിലുള്ള ഒരു നിലവാരത്തിൽ ഉള്ള പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. മാനസികമായും അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഗംഭീരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത്തരത്തിൽ തന്നെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പരമാവധി സമയം പഠിക്കണം. എത്ര സമയം കിട്ടും? പറ്റുമെങ്കിൽ ജോലി തൽക്കാലം ഒരു ലീവ് എടുത്തിട്ട് പഠിക്കുക. എന്നാൽ ജോലി ലീവ് എടുത്താൽ വീട്ടിൽ അരി വാങ്ങാൻ പറ്റില്ല സാർ, അങ്ങനെയാണെങ്കിൽ അത് ജോലി കഴിഞ്ഞ് വന്നിട്ട് പഠിച്ചാൽ മതി. നിങ്ങളിപ്പോൾ അരി വാങ്ങേണ്ട കാശൊന്നും കളയണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ പഠിക്കാം. ഒരിക്കലും ഞാൻ പറഞ്ഞ കേട്ടിട്ട് നേരെ ചെന്ന് നാളെ റിസൈൻ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ആലോചിക്കുക, ഹസ്ബൻഡുമായിട്ട് ആലോചിക്കുക, വീട്ടുകാരുമായിട്ട് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ സേഫ് സോണിലായിട്ട് വേണം അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ. അല്ലാതെ ലീവ് എടുത്തിട്ട് പിറ്റേ ദിവസം പോലെ നെഗറ്റീവ് അടിച്ച് ഹാജ സാർ എനിക്ക് ഷിവറിയാണ്, പനി വരുന്നു പരീക്ഷ എടുക്കാറായി, എനിക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അപ്പോൾ അതുകൊണ്ട് അപകടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഈ ഒരു നമ്പർ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നവർ ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപയോഗം വരും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ നെഗറ്റീവ് അടിക്കുമ്പോഴത്തേക്കും അപ്പോഴും നിങ്ങൾക്കിത് ഉപയോഗം വരും. അടുത്തൊരു കാര്യം, സിലബസ് പഠിച്ചു തീർക്കണം. ഗംഭീരമായിട്ട് സിലബസ് പഠിച്ചു തീർക്കണം. സിലബസ് പഠിച്ചു തീർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല പരപ്പിലും നല്ല ആഴത്തിലും പഠിക്കണം.
സിലബസിൻ്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതായത് PSC ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നൈട്രജൻ്റെ 2 നൈട്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഏത് ബന്ധനമാണുള്ളത്? സർ, രാസബന്ധനം എന്ന് തന്നിട്ടില്ലല്ലോ. രാസബന്ധനമൊന്നും തരണ്ട, പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു വേർഡ് നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ രാസബന്ധനം, കെമിക്കൽ ബോണ്ടിങ് പഠിക്കണം. ആറ്റം മാതൃക, ആറ്റം ഘടന, ഇത് +2 വരെ ഈ ചാപ്റ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അത്രയും ഇപ്പോൾ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ +2 വരെയുള്ള ആറ്റം ഘടന പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് പഠിക്കണം. മെറ്റൽ എന്ന് പറഞ്ഞ് ചാപ്റ്റർ എടുത്താൽ മെറ്റൽസിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്? മെറ്റൽ എന്താണെന്നും ഓരോ മെറ്റലും പഠിക്കണം. അലോയ്സ് പഠിക്കണം, അയിരുകൾ പഠിക്കണം, മെറ്റലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പഠിക്കണം. പ്രത്യേകിച്ച് അലൂമിനിയം, ഇരുമ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടങ്ങളും പഠിക്കണം. അങ്ങനെ പഠിക്കണം. അത് പഠിച്ച് അത്തരത്തിൽ സിലബസ് പക്കയായിട്ട് തീർക്കണം. അല്ലാതെ ഒരു 2 മണിക്കൂർ ഒരു സാറിനെ കൊണ്ട് നിർത്തിയിട്ട് ആ 2 മണിക്കൂർ കൊണ്ട് 5-6 മെറ്റൽ എഴുതിയിട്ട് മെറ്റൽ തീർന്നു, നിങ്ങൾക്ക് മാർക്കാക്കാൻ പറ്റില്ല. അത് നശിപ്പിച്ച് കളയരുത് ഈ പരീക്ഷ. കഴിഞ്ഞ 3 വർഷം മുമ്പ് എന്തൊക്കെയോ അബദ്ധങ്ങൾ കാണിച്ചു. കഴിഞ്ഞ 3 വർഷം മുമ്പ് നടന്ന LP-UPയുടെ പരീക്ഷ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം എഴുതും. നിങ്ങൾ ആദ്യം അത് കണ്ടുപിടിക്കും. നിങ്ങൾക്ക് നല്ല ക്ലാസ് കിട്ടാത്തത് കൊണ്ടാണോ? നിങ്ങൾക്ക് നല്ല മെൻറ്ററിനെ കിട്ടാത്തത് കൊണ്ടാണോ? നിങ്ങൾ റാങ്ക് ഫയൽ പറ്റിച്ചതാണോ? നിങ്ങൾ പഠിക്കാത്തതാണോ? നിങ്ങളുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയതാണോ? അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് എഴുതിയതാണോ? എന്താണ് അതിന് കാരണം എന്നുണ്ടെങ്കിൽ ആ കാരണം ഈ വർഷം റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങളെ തോൽപ്പിച്ച ഘടകം എന്താണോ ആ ഘടകം വീണ്ടും വരരുത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ആരും അറിയില്ല, ഞാൻ നിങ്ങളാരെയും കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ പറയുന്നത് ഉള്ളിൽ തട്ടിയാണോ, ഹൃദയത്തിൽ നിന്നാണോ, അതോ ചുമ്മാ പറയുന്നതാണോ, ഇയാളൊരു ബിസിനസ്സുകാരനാണോ, ഇയാളുടെ ഉള്ളിൽ വേറൊരാളുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാനറിയാം. നിങ്ങൾക്ക് ഒരാളെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം അയാളുടെ വർത്തമാനം കേട്ടാലോ ജെനുവിനാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ? പറ്റും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സുകൾ ഇട്ട് തരുന്ന ആൾക്കാർ സിലബസ് എന്ന് പറഞ്ഞ് ഇട്ട് തരുന്നതിന് വ്യാപ്തിയും പരപ്പളവും ഒക്കെ ഉണ്ടോ നോക്കണം. ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ 100% ആ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്ത് ആ സിലബസ് തീർത്ത് പോയി പരീക്ഷ എഴുതുക. പക്ഷെ അങ്ങനെ അല്ല, സർ ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിലേക്ക് നിർബന്ധമായി എത്തണം. ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ആ ക്ലാസ്, ഞാൻ എടുക്കുന്ന LP-UPയുടെ ക്ലാസ്സിലേക്ക് 100% നിങ്ങൾക്ക് എപ്പോഴും ഈ വാതിൽ തുറന്നു കിടക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കയറി വരാം. ഇന്ന് വേണമെങ്കിൽ വരാം, 3 മാസം കഴിഞ്ഞ് വരാം, പരീക്ഷയുടെ തലേദിവസം വരാം. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ആദ്യം വരുന്നവൻ അത്താഴം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നവന് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടും. അങ്ങോട്ട് പോകും തോറും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്കത് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിനകത്തുനിന്നുള്ള ചോദ്യം ആ ക്ലാസ് ഫോളോ ചെയ്തതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ ക്ലാസ് ബെസ്റ്റാണ്. പോവാം, അതുമായിട്ട് മുന്നോട്ട് പോവാം. സാർ അതൊന്നും അല്ല, എനിക്ക് ഓക്കെ അല്ല സാർ, പക്ഷെ ഞാൻ പൈസ കൊടുത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ക്ലാസ് ഫോളോ ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. സാർ ക്ലാസ് മോശമാണ് പക്ഷെ പൈസ കൊടുത്തുപോയി, സ്റ്റോപ്പ്, നിർത്തുക. കാരണം ഇത് എല്ലാ ദിവസവും പറഞ്ഞ പരീക്ഷയല്ല, ഇത് നിങ്ങളുടെ ജീവിതം വെച്ചാണ് ഉള്ള ഗെയിമാണിത്, കളിയാണിത്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും വിശ്വാസം, സാറിനെയും വിശ്വാസമില്ല സാർ, എല്ലാം നിർത്തിയിട്ട് സ്വന്തമായിട്ട് പഠിക്കുക. സോ ദാറ്റ് ഈസ് ബെറ്റർ. നിങ്ങൾ അങ്ങനെ ചെയ്യ്. നിങ്ങൾക്ക് എല്ലാം നിർത്തി വെച്ചിട്ട് എല്ലാ പാഠപുസ്തകങ്ങളും CRT പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് റാങ്ക് ഫയലൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുക. അങ്ങനെ സിലബസ് തീർക്ക്. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ തീർക്കുക. അല്ലാതെ ആർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ വേറൊരു സാറിന് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ ആപ്ലിക്കേഷനകത്ത് എത്ര സ്റ്റുഡൻ്റ് ഉണ്ട്, ആയിരക്കണക്കിന് പിള്ളേരുണ്ട്. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്നൊരു ബിറ്റർ എക്സ്പീരിയൻസ് പഠനവുമായി ബന്ധപ്പെട്ട്, സിലബസുമായി ബന്ധപ്പെട്ട്, ക്ലാസ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് താഴെ കമൻറ്റ് ഇങ്ങനെ പറയാൻ ആർക്ക് പറ്റും? നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാം. എൻ്റെ ഫോൺ നമ്പർ ഇതവിടെ ഉണ്ട്. നമ്മുടെ ഫോൺ നമ്പർ ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. എൻ്റെ ഭാര്യ എൻ്റെ മക്കളൊക്കെ വിളിക്കുന്ന നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. സിലബസ് തീർക്കണം, കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു തീർക്കണം. ആ സിലബസിൽ തന്നിരിക്കുന്ന ഒരു വാക്ക് ഏതെല്ലാം ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടോ ആ ക്ലാസ്സുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് സിലബസ് തീർക്കണം. നല്ല ഒരു തലയ്ക്കകത്ത് ഇച്ചിരി ആൾ താമസമുള്ള, അല്ലെങ്കിൽ പഠനവുമായി ഈ കരിക്കുലവുമായിട്ടൊക്കെ ബന്ധമുള്ള, സിലബസുമായിട്ടൊക്കെ ബന്ധമുള്ള ആളിന് അത് കൃത്യമായിട്ട് എടുത്തെഴുതാൻ പറ്റും. അത് അതാണ് ഞാൻ പറഞ്ഞത്. ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകർക്ക് നിങ്ങൾ ആറ്റം ഒന്ന് കാണിച്ചിട്ട് അവരുടെ അടുത്ത് കൊണ്ട് കൊടുത്താൽ അവർ പറഞ്ഞു തരും, ഈ ആറ്റം തുടങ്ങുന്ന ക്ലാസ് ഇതാണ്, +1 +2 +2 ഇത്രാമത്തെ ചാപ്റ്ററിനകത്ത് ഇതുണ്ട്. അത് അവർ പറഞ്ഞു തരും, വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ അതൊന്ന് സിലബസ് പഠിച്ചു തീർക്കണം. ഏറ്റവും കൂടുതൽ മാർക്കിന് LP UP പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏത് വിഷയമാണ് അറിയാമെങ്കിൽ പറഞ്ഞേ. സയൻസാണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്ന് 26 മാർക്കിന് ചോദിക്കും. ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, കഴിഞ്ഞ LP UP പരീക്ഷയിൽ ഒരൊറ്റ ചോദ്യം ഒഴികെ എനിക്ക് അതിനകത്തുള്ള 100%, മറ്റൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു അന്ന് ഞാൻ ഉണ്ടായിരുന്നത്, 29-30 മാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങളും കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചില കുട്ടികൾക്ക് 2 എണ്ണമൊക്കെ തെറ്റിച്ചവരുണ്ട്. അതിൽ ഒരു ചോദ്യം ഒഴികെ ബാക്കി എല്ലാം ശരിയാക്കി ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. ഇപ്രാവശ്യം 26 മാർക്കാണ് PSC സയൻസ് പഠിപ്പിക്കുന്ന ഹാജ സാറിന് തന്നിരിക്കുന്നത്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിൻ്റെ കുട്ടികൾക്ക് 26 മാർക്ക് വാങ്ങിക്കൊടു. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, 26 മാർക്ക് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടിക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കും. 26 വാങ്ങിയെന്ന് പറഞ്ഞാൽ ഒത്തിരി തള്ളായി പോകും. 25 മാർക്ക്, 1 മാർക്ക് വിട്ടേക്കാം. 25 മാർക്കിനുള്ള സാധനം ഞാൻ അവർക്ക് ക്ലാസ്സിൽ കൊടുത്തിരിക്കും, ഉറപ്പായിട്ടും. അത് ഏത് ക്ലാസ് വരെ പഠിപ്പിക്കണോ ആ ക്ലാസ് വരെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ, ഒരു വ്യക്തിയും അവരെ ഇത്രത്തോളം പഠിപ്പിക്കാത്ത രീതിയിൽ എല്ലാത്തിൻ്റെയും മെക്കാനിസവും എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷനുകളും, നൊബേൽ സമ്മാനമുണ്ടെങ്കിൽ ആ വർഷങ്ങളും, അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളും, ഒരു തത്വം പഠിപ്പിക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ പോയിൻറ്റുകളും കൃത്യമായി പഠിപ്പിച്ച് അതിൻ്റെ PDF നോട്ട് കൊടുത്ത് അതിൻ്റെ കണ്ടൻറ്റ് എക്സാമിനേഷൻ നടത്തി ഞാൻ അവർക്ക്, ഇതിപ്പോൾ അത് ചെയ്യുന്നുണ്ട് ഞാൻ. ആറ്റം ഘടന കഴിഞ്ഞു, പഠിപ്പിച്ചു കഴിഞ്ഞു. വൈറ്റമിൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എല്ലാം കഴിഞ്ഞു, തീർന്നു. രോഗകാരികൾ ഈ വരുന്ന ഞായറാഴ്ച പരീക്ഷയാണ്. ലോഹ നിർമ്മാണം ഈ വരുന്ന ഞായറാഴ്ച പരീക്ഷയാണ്. ഇങ്ങനെ കണ്ടൻറ്റ് വൈസ് എക്സാമും കൂടെ നടത്തി സയൻസിലെ 26 മാർക്ക് LP UPക്കാർക്ക് ഞാൻ തരും. 70 മാർക്ക് വാങ്ങിയാൽ മതി, നിങ്ങൾ ലിസ്റ്റിനകത്ത് വരും. 70 മാർക്ക് വാങ്ങിയാൽ മതി. പോട്ടെ, നിങ്ങൾക്ക് 70 മാർക്ക് എങ്ങനെ വാങ്ങിത്തരും നോക്ക്. ഈ 26-ൽ 25 അല്ല 26 കൂട്ടിക്കോ, 26 ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന ഒരാൾ വിചാരിക്കും, ഇയാൾ ആരെങ്കിനെയൊക്കെ പറയാൻ 25 മാർക്ക് തരാൻ. അപ്പോൾ 25 മാർക്ക് ഞാൻ നിങ്ങൾക്ക് തരും, അത് വേറെ കാര്യം. അതേപോലെ മാത്സ് 99 കാലഘട്ടം മുതൽ നമ്മുടെ ട്യൂഷൻ സെൻറ്ററിലും സ്കൂളുകളിലും ഒക്കെ മാത്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. 15 മാർക്കാണ് നമുക്ക് LP UPക്ക് മാത്സ് ഉള്ളത്. ഈ 15 മാർക്ക് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾക്ക് ഷോർട്ട് കട്ടും എല്ലാ ചോദ്യങ്ങളുടെയും ഡയറക്റ്റ് മെത്തേഡ് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് 15 മാർക്ക് ഞാൻ തരും. 2-3 രീതികളുണ്ട്. പാഠം പഠിപ്പിച്ചങ്ങ് വിടുകയല്ല, ചാപ്റ്റർ പഠിപ്പിക്കുന്നു, ചാപ്റ്ററിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തരുന്നു, എന്നിട്ട് നമ്മുടെ LP UPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ മിസ്സലേനിയസ് ആയിട്ട് എടുത്ത് അത് ചെയ്യിപ്പിക്കുന്നു. 3D 2D SCRT എല്ലാം കൂടെ അരച്ച് കലക്കി 15 മാർക്കിനുള്ള ഗണിതം തരുന്നു. അങ്ങനെ 41 മാർക്ക് ഫ്രം മീ. 41ആയി. നമ്മുടെ പരീക്ഷയുടെ മാർക്ക് 41 ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഒരൊറ്റൊരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ 41 മാർക്ക് കിട്ടും. 41 അത് 40 പോകാതെ ഞാൻ നോക്കിക്കോളാം. ഇതാണ് എൻ്റെ പേരും അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള, അതാണ് LP UP പഠിപ്പിക്കാൻ അല്പ യോഗ്യതയും കാര്യങ്ങളും നോക്കണം. ഒരു LGSO അല്ലെങ്കിൽ LDO പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനേക്കാളും ഞാനിവിടെ എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഡിഗ്രിയാണ്. ഇത് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ കിട്ടുന്ന സാധനമല്ല. ഈ ഡിഗ്രി എല്ലാം നിങ്ങൾക്കും ഉണ്ട്. ചുമ്മാ കൈ കിട്ടിയതല്ലല്ലോ, നമ്മൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതല്ലേ ഇതെല്ലാം. ഈ ഡിഗ്രി ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അധ്യാപകനാണ് നിങ്ങളെ പഠിപ്പിച്ചു തരാം. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ വന്നാൽ മതി എന്ന് പറയണേ. 41 മാർക്ക് വെച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 41 മാർക്ക്. സൈക്കോളജിക്ക് 20 മാർക്ക്.
സൈക്കോളജിയുടെ 20 എല്ലാവർക്കും LP UP ഇത് കേൾക്കുമ്പോൾ തന്നെ ആദ്യം സൈക്കോളജിയാണ്. എന്താ സൈക്കോളജിയിൽ ഇത്ര ബുദ്ധിമുട്ട്? പിയാഷയുടെ തിയറികളാണോ? തൊണ്ടേക്കാണോ നിങ്ങളുടെ പ്രശ്നം? ഇതൊന്നുമല്ലല്ലോ. സൈക്കോളജി ഭയങ്കര സിമ്പിളല്ലേ ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി അത് ആക്ച്വലി ക്വസ്റ്റ്യൻ തിയറികൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പം അത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യം നമ്മളൊരു സൈക്കോളജി ഇച്ചിരിയൊക്കെ നമ്മളൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു ഫീഡ്ബാക്ക് എടുത്തപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഗംഭീരം, സൈക്കോളജി ഒരല്പം പ്രശ്നം, ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ എനിക്ക് പടച്ചവൻ ദൈവം കൊണ്ട് തന്ന ഒരു അധ്യാപകനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രണ്ട് പേരിൽ ഒന്നതാ ഇദ്ദേഹമാണ് റിയാസ് സാർ. റിയാസ് സാർ MA BEd കാരനാണ്. പക്ഷേ ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് പിള്ളേരെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ സൈക്കോളജി അതികഷായമാണെന്ന് വിചാരിച്ചാൽ സൈക്കോളജി പഠിക്കൂല. ഞാനും പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. സൈക്കോളജി ഞാനും പഠിപ്പിക്കാറുണ്ട്. പക്ഷേ സൈക്കോളജി പഠിക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സാധനമാണ്. അത് സൂപ്പറെന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരമായിട്ട് എടുക്കും. ഈ അടുത്ത് നിൽക്കുന്ന ആളാരെന്നറിയാമോ? ആളൊരു പുലിയാണ്. നിതിൻ സാറാണ്. നിതിൻ സാറ് ഇപ്പോൾ HSSTയുടെ ഫസ്റ്റ് റാങ്കാണ്. ട്രിവാൻഡ്രം സുവോളജി ഫസ്റ്റ് റാങ്കുകാരനാണ്. സൈക്കോളജിയാണ് ഒക്കെ എടുക്കുന്നത്. 2 പേരും ഗംഭീരമായി, ഈ 2 പേര് ചേർന്നല്ല പഠിപ്പിക്കുന്നത്. സൈക്കോളജിയുടെ ഒരു ക്ലാസ് കംപ്ലീറ്റും എന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് പൂർണ്ണമായും റിയാസ് സാർ എടുക്കും. അതേപോലെ തന്നെ സിലബസ് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഈ സൗകര്യം എവിടെയെങ്കിലും ഉണ്ടോ? 2 ഗംഭീരമായ ക്ലാസ്, നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അതിൽ ഞാൻ അത്ര ഉറപ്പിച്ചാൽ പറയാണ്. അപ്പം 41ഉം 20ഉം എത്രയായി? 61. ഇനിയുണ്ട് പിള്ളേരെ. മലയാളം 10 മാർക്ക്. അപ്പോൾ 61ഉം 10ഉം എത്രയായി? 71. ഞാൻ എന്താ പറഞ്ഞത്? 70 മാർക്ക് വാങ്ങിച്ചാൽ ലിസ്റ്റിൽ വരും. മലയാളം ആരാ എടുക്കുന്നത്? മലയാളം ആരാ പഠിപ്പിക്കണേ? മലയാളം പഠിപ്പിക്കുന്നത് ആരാണ്? 2 പേര്. നിങ്ങൾ നോക്കൂ ഇവർ 2 പേരെയും, അവരുടെ ഡെസിഗ്നേഷൻസ് നോക്കൂ, അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കൂ. ഡോക്ടർ അശ്വതി MA BEd ഇതായിരിക്കുന്നു. ഇക്കഴിഞ്ഞ HSA എക്സാമിനേഷന് 10ാം റാങ്കുകാരിയാണ്. 10th റാങ്ക് വാങ്ങിയ ആളാണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ അവർ നമുക്ക് നേരത്തെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ റെക്കോർഡ് ക്ലാസ്സാണ് നേരത്തെ തന്നതാണ്. ഇത് ഡോക്ടർ ഗീതു, അവരും MA BEd കാരിയാണ്. അപ്പോൾ PhD ഒക്കെ കഴിഞ്ഞ ആളാണ്. 2 പേരും ഡോക്ടറേറ്റ്. ഇത്രയും അതായത് നിങ്ങൾക്ക് വേണ്ട അധ്യാപകർ അവർ നല്ല ആക്റ്റീവായി വളരെ ഗംഭീരമായി മലയാളം അവതരിപ്പിക്കും. അവർ ഒരു പോയിൻ്റ് പോലെ SCERTയുടെ ആൾക്കാർ ഇവരെല്ലാം പാഠപുസ്തകങ്ങൾ ട്യൂഷൻ സെൻറ്ററുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് SCERT എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കേണ്ട. SCERT ആണ് നമ്മളെ മെയിൻ. അത് നമ്മൾ തരും. ഓക്കെ, ഇനി മലയാളമായി. അപ്പോൾ എത്രയായി? 71 മാർക്ക് ലിസ്റ്റിലായേ. ഓക്കെ, അപ്പോൾ സാറേ ഇംഗ്ലീഷ് ആരാ എടുക്കണേ? ഇംഗ്ലീഷിന് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. ഈ 10 മാർക്ക് ആരാ പഠിപ്പിക്കണേ? ഒരു പുലിയെ കാണിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ടാവും അല്ലേ? ആ റാങ്ക് ഫയലൊക്കെ ഒട്ടുമിക്കവാറും റാങ്ക് ഫയലുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പുലിയാണ് താ നിൽക്കണേ. ഓക്കെ, 2 ഹായാണ്. ഒരു ഹാജ സാറും ഒരു ഹക്കീം സാറും. ഹക്കീം സാറാണ് നമുക്ക്, നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഹക്കീം സാറിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ കാണാം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ്. ഇതാരാണ്? ഇത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ആൾ ഭയങ്കര സംഭവമാണ്. MA കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കാണ്. ജേർണലിസമാണ്. പക്ഷേ ക്ലാസ് ഭയങ്കരം. അപ്പോൾ വൊക്കാബുലറി എടുക്കുന്നത് ദേവികയും ഗ്രാമർ പോർഷൻ എടുക്കുന്ന ഹക്കീം സാറുമാണ്. ഓരോ ഗ്രാമർ പോർഷൻ എടുക്കുമ്പോഴും അതിൻ്റെ റൂളെല്ലാം പാട്ടുപോലെ കുഞ്ഞു ടിപ്പുകളാക്കി നമ്മൾ 10 മാർക്ക്. ഹക്കീം സാർ എപ്പോഴും പറയും 10 മാർക്കിൽ 9 ആകൂല, നിങ്ങൾക്ക് 10 കിട്ടും. അപ്പം തന്നെ ഇപ്പോൾ 81 മാർക്കായി. ഇനി ബാക്കി എത്ര മാർക്കുണ്ട്? ആ മാർക്കിന് പഠിപ്പിക്കുന്നവർ പുലിയെന്നല്ല പുപ്പുലി. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവരെ നമ്മൾ പരിചയപ്പെടുത്തും. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട ആൾക്കാരുടെയൊക്കെ പ്രത്യേകത എന്തെന്നറിയാവോ? അവരെല്ലാവരും പണി അറിയാവുന്നവരാണ്. നിങ്ങളെ പറ്റിക്കാൻ അങ്ങനെയല്ല, നിങ്ങളെ ഒരിക്കലും കബളിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ എന്താണ്, നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീവ്രമായ ജോലി കിട്ടണമെന്നുള്ള ആ ഒരു ത്വര കണ്ട് നിങ്ങൾക്ക് കൃത്യമായി തരേണ്ടത് തന്ന് പഠിപ്പിക്കും. എൻ്റെ ക്ലാസ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ്, നിങ്ങൾക്ക് ഏതെങ്കിലും
എൻ്റെ ക്ലാസ്സിൽ മോശം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. സാർ ഈ ക്ലാസ് മോശമാണ്, ഈ ക്ലാസ് മോശം പറയാം. നിങ്ങൾ പറയില്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അത്രയും ഗംഭീരമാക്കി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് LP-UPയുടെ ക്ലാസ്. ഇതാ എൻ്റെ ഈ ക്ലാസ്സിലേക്ക്, ഇതാണ് ഒരു പ്രധാന കാര്യം. എൻ്റെ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ എൻ്റെ ഈ കോഴ്സിന് ഞാൻ ആദ്യം ഇട്ടിരുന്ന ഫീസ് ഇത്രയാണ്, 10,000 രൂപയാണ്. പക്ഷേ നമ്മുടെ പിള്ളേരെല്ലാവരും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഫീസ് അടച്ച് പിന്നെ വരാൻ പറ്റാതെ അങ്ങനെയൊക്കെ ആയി. ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ സംസാരിച്ച് അതിന് നമ്മുടെ ടീമെല്ലാം കൂടി ഫീസൊക്കെ കുറച്ചിട്ട് നമ്മളൊരു ഫീസ് ഉണ്ടാക്കി വെച്ചു. ആ ഫീസ് എന്ന് പറയണത് 3,999 ഒരു കോഴ്സിന് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് 3,999 ഹാജാസ് ക്ലാസ്സസിലെ ഒരു LP-UPയുടെ കോഴ്സിന് വേണ്ടി നിങ്ങൾ അടയ്ക്കേണ്ടത്. ഇത് 2 തവണകളായിട്ടും അടയ്ക്കാം. 2052 വെച്ചിട്ട് 2 തവണകളായിട്ട് അടയ്ക്കാം. ഈ 3,999 കോഴ്സ് ഫീസാണ്. 105 രൂപ ഇൻ്റർനെറ്റ് ഹാൻഡിലിംഗ് ചാർജ് കൂടെ വരും. അങ്ങനെ 4,104 കണ്ട് വരും. അതിനെ 2 തവണ ആയിട്ട് അടയ്ക്കാം. ഇനി ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം? ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ എൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് പ്രധാനമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ധൈര്യമായിട്ട് കയറി വരാം. കയറി വാ മക്കളെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കയറി വന്നോ. നിങ്ങൾക്ക് ഒരു ഭയവും വേണ്ട. നിങ്ങളുടെ പകുതി ടെൻഷൻ ഈ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മാറും. നിങ്ങൾ കറക്റ്റ് സ്ഥലത്തെത്തിയെന്ന് തോന്നും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. ഓക്കെ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് രണ്ടാമത് ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഹാജാസ് ക്ലാസ്സസ് എന്നാണ്, ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. മൂന്നാമത് അത് ഓപ്പൺ ചെയ്യണം. നാലാമത് അതിൽ ഏത് കോഴ്സാണ് വേണ്ടത്? പ്രീമിയം ബാച്ച്. ഓക്കെ, പ്രീമിയം ബാച്ച് ഫോർ LP-UPയിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ ബൈ നൗ എന്ന് കാണിക്കും. ആ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 4,104 3,999 കോഴ്സ് ഫീസും 105 രൂപ ഇൻ്റർനെറ്റ് ഹാൻഡ്ലിംഗ് ചാർജും. ഇത് ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 4,104. നിങ്ങൾക്ക് ഒരുമിച്ച് അടയ്ക്കാനില്ല, നിങ്ങൾ ആ ബൈ നൗ അവിടെ കൊടുക്കരുത്. ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴോട്ട് പോകുമ്പോൾ പേ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻ കാണിക്കും. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ പല മെത്തേഡുകളും അതിനകത്ത് കാണിക്കും. നിങ്ങൾക്ക് ഏതാണോ ഉചിതം അതിൽ കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ ഹാജാസ് ക്ലാസ്സസിൻ്റെ ഭാഗമാവുക. 1ാം റാങ്ക് കിട്ടും. ഞാൻ ഇത്രയും പറഞ്ഞ ജെനുവിനാണ്. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് 100% ഉറപ്പുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു കുട്ടി വന്നിട്ട് ഇതിന് താഴെ ഒരു കുട്ടിയെങ്കിലും കമൻറ്റ് ചെയ്യില്ല മോശമായിട്ട്. ആ കമൻറ്റുകളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ടായി നിങ്ങൾക്കൊരിക്കലും തോന്നരുത്. 1 വർഷം വരെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. LP-UPയുടെ ഈ കോഴ്സ് എടുത്താൽ നിങ്ങൾ ആ കോഴ്സ് കാണുമ്പോൾ മനസ്സിലാവും, വേറെ ലെവലാണ്. ഓക്കെ, എല്ലാവരും വാ, നമുക്ക് സെറ്റാവും. അപ്പോൾ അതല്ല നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിൽ തന്നെ തുടരുക. ഓക്കെ, നമ്മുടെ യൂട്യൂബിൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണണം. സൾഫ്യൂരിക് ആസിഡിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? സ്വദേശി പ്രസ്ഥാനം ഇഷ്ടപ്പെട്ടോ? മെറ്റൽസിൻ്റെ ലൈവ് ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടോ? അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പോലെ നല്ല ഒരു സ്കൂൾ ടീച്ചറായി മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എപ്പോഴും എൻ്റെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനകളിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന് നിങ്ങളോട് ഹൃദയം നിറഞ്ഞ പറയുന്നു. അതുപോലെ നമ്മുടെ ടെക്നിക്കൽ ടീമിലെ നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ സ്റ്റാഫുകളിലും നമ്മുടെ ഇപ്പോൾ എഡിറ്റിംഗൊക്കെ ചെയ്യുന്ന യാസീനൊക്കെ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മളെ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ മുഴുവൻ അധ്യാപകരെയും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ബൈ ബൈ.